നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വിയറ്റ്നാമിൽ നിന്നുള്ള കൊട്ടടയ്ക്ക ഇറക്കുമതി കൂടി, അടയ്ക്ക വില കുറയുന്നു, കർഷകർ പ്രതിസന്ധിയിൽ. അടയ്ക്ക വില കുറയുന്നതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കിലോയ്ക്ക് 200 രൂപ വരെയും വില ലഭിച്ചിരുന്നു. ഈ സീസൺ തുടങ്ങിയപ്പോൾ കിലോയ്ക്ക് 60 രൂപ വരെയാണ് വില ലഭിച്ചിരുന്നത്. 2 മാസം കൊണ്ട് തന്നെ വില വീണ്ടും കുറഞ്ഞു തുടങ്ങി. നിലവിൽ 50 മുതൽ 55 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. വിയറ്റ്നാമിൽ നിന്നുള്ള കൊട്ടടയ്ക്ക ഇറക്കുമതി കൂടിയതും തമിഴ്നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിച്ചതുമാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. 10 വർഷം മുൻപ് വരെ മറയൂർ മേഖലയിലെ കർഷകർ ഭൂരിഭാഗവും കരിമ്പ് കൃഷിയാണ് ചെയ്തിരുന്നത്. നടിയിൽ മുതൽ ശർക്കര ഉൽപ്പാദനം വരെയുള്ള ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് കരിമ്പ് കൃഷിയിലെ പ്രധാന വെല്ലുവിളി. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വ്യാജ മറയൂർ ശർക്കരയും വിലയിടിക്കുന്നു. ഇതിനാലാണ് പലരും കമുകിലേക്ക് തിരിഞ്ഞത്. ആനക്കാൽപ്പെട്ടി, ചെറുവാട്, ചാനൽമേട്, കരശനാട്, കോവിൽക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കമുക് കൃഷി വ്യാപകമാണ്. ലാഭം പ്രതീക്ഷിച്ച് കരിമ്പ് കൃഷി ഉപേക്ഷിച്ച കർഷകരാണ് വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നത്.